Hello friends, welcome back to our YouTube channel Srishti Maple Diaries. ഇന്ന് നമ്മൾ കാനഡയിലെ ഒരു പ്രൊവിൻസ് ആണ് വിസിറ്റ് ചെയ്യുന്നത്, ക്യൂബക്. ഇത് കാനഡയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഫ്രഞ്ച് ആണ് മെയിനായിട്ടും സംസാരിക്കുന്നത്. കറക്റ്റ് നമുക്കൊരു യൂറോപ്പ് കൺട്രിയിലൊക്കെ ചെന്ന ഒരു ഫീലാണ് ഈ ക്യൂബക്കിൽ വരുമ്പോൾ. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് ഓൾഡാണ്. പിന്നെ ഇവിടുത്തെ ഒരു എന്താ പറയുക, റോഡ് അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്സ്, ഇവിടുത്തെ വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ യൂറോപ്പാണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ നടന്ന് ഇവിടുത്തെ ലോക്കൽ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. കാനഡയിലെ തന്നെ ഒരു പ്രൊവിൻസ് ആണെങ്കിലും നമുക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി തോന്നിയ ഒരു കാര്യം കമ്മ്യൂണിക്കേഷനാണ്. കാരണം മിക്കുള്ള ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയില്ല, അവർ ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. അത് വലിയൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. ഈവൻ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ ചെല്ലുവാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഭയങ്കര കുറവാണ്. ഇത് ഓൾഡ് ക്യൂബക് സിറ്റിയിൽ ചെറിയൊരു വഴിയാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള അംബ്രല്ല അലിയാണ്. ഇവിടെ എന്ന് വെച്ചാൽ അംബ്രല്ലാസ് ഇൻസ്റ്റോൾ ചെയ്യും. ഇത് സമ്മർ ടൈമിൽ മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു നൂൺ ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമുക്ക് പേ ഒന്നും ചെയ്യണ്ട. നമുക്ക് നല്ല രസമാണ്. ഇവിടുത്തെ ബിൽഡിങ്സും ചെറിയൊരു വഴിയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇവിടെ കുറേ നേരം നടന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇവിടെ അടുത്തുള്ള ഒരു അക്വേറിയം വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടത്. അപ്പം നമുക്ക് അക്വേറിയം വിസിറ്റിലേക്ക് പോകാം. നമ്മളൊരു അക്വേറിയം കാണാനായിട്ട് ഇറങ്ങിയതാണ്. തെളിഞ്ഞ വെള്ളം നോക്കിയാ നമ്മുടെ കായലിന്റെ പാടുണ്ട്. ഇതിലും മീനൊന്നുമില്ല. ഒരു ചെറിയൊരു വാട്ടർഫോൾ. നമ്മളെന്തായാലും അകത്തോട്ട് കയറുക. ക്യാമറ ഇനി എല്ലോടെ ആണെന്ന് അറിയാൻ വയ്യ. ആണെങ്കിൽ നമുക്ക് അതെല്ലാം ഓക്കെ. നമ്മൾ അക്വേറിയം കാണാൻ കയറി അതിൻ്റെ എൻട്രൻസിൽ തന്നെ അക്വാ ബിസ്ട്രോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്മോൾ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കോഫി, ചെറിയ മീൽസ് ഒക്കെ കിട്ടും. നമുക്ക് വേണേൽ കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്യാനും പറ്റും. നല്ലൊരു സ്പോട്ടാണ്. പിന്നെ നമ്മൾ അക്വേറിയത്തിലേക്ക് കയറി ഒരുപാട് 10,000 വെറൈറ്റീസ് ഓഫ് ഫിഷസിനെ ഇവിടെ കാണാം. നമുക്ക് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ശരിക്കും ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ക്യൂബക്കിലേത്. അല്ല ഷാർക്ക വലിയ പേരൊക്കെ നമ്മളെ വീഡിയോ എടുക്കണേ. ఇంకా ഇഷ്ടപ്പെട്ടവൻ പിന്നെ അടിപൊളി നല്ല കുറച്ചു നേരം നിൽക്കാൻ വേണം.
പഠിച്ചേ +1 അല്ലേ അമ്മ? ഇതൊക്കെ മീനാട്ടോ, ഇടി മൂലക്ക് ഇരിക്കുന്നത് കണ്ട ആ വൈറ്റ്, അതെല്ലാം മീനാ. ശരിയാ, മീൻ കൊള്ളാടെ അത്. ഇതില്ലേ നമ്മളടുത്ത് കളയുന്ന സൈസില് ഫിഷ്. ഒത്തിരി ഇരിക്കൊണ്ട് വരും. ഫിഷ് ഫിഷ് ഫിഷാ മീന് ഇത് ഓക്കെ. എങ്ങനെയുണ്ട് അമ്മ? അമ്മ എങ്ങനെയുണ്ട്? വെറൈറ്റി എത്ര സൈസ് മീനുകളെ കാണാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ മാക്സിമം എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടുതൽ കാണാനുണ്ട് ആ അക്വേറിയത്തിനുള്ളിൽ. പിന്നെ നമ്മൾ കുറേ നേരം അക്വേറിയത്തിന് പുറത്ത് ടൈം സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസ് എടുക്കാനും കുറേ നമ്മുടെ നാട്ടിലെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലുള്ള കായൽ, ബാക്ക് വാട്ടേഴ്സൊക്കെ പോലുള്ള സ്ഥലമാണ്. അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്തത് അതിനോട് തന്നെ ചേർന്നിട്ടുള്ള ആർട്ടിക്ക പവീലിയൻ എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. ഈ തണുത്ത പ്രദേശത്ത് ജീവിക്കുന്ന ജീവികൾ എങ്ങനെയാണെന്നുള്ള അത് ഇൻഡോർ രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബ്ലൂ തീമിലാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മൾ അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.